ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബിനു, നിധി, എൽവിസ് ആൻഡ് ഇവാൻ, ടൊറന്റോ, കാനഡ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഈ വിലയേറിയ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. COVID-19 കെടുതി മൂലം കർത്താവെ, കഷ്ടത്തിലും നഷ്ടത്തിലുമായിരിക്കുന്ന, വേർപാടിലും വേദനയിലുമായിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ആശ്വാസദായകനായി, സൗഖ്യദായകനായി അങ്ങ് കടന്നു വരണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ കർത്താവെ, ഇതിനൊരു പ്രതിരോധം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമായി തീരണമെന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ ഓമനക്കരങ്ങൾ സമർപ്പിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലുമായിക്കൊണ്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷ തക്കവണ്ണം അടിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ കൂടാരങ്ങൾക്ക് കർത്താവെ ഈ കെടുതിയിൽ നിന്നും കാവലായി തീരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ എന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, COVID-19 ഭയാനകമായ കെടുതികൾ മൂലം അനേക സഹോദരങ്ങൾ ദിനം പ്രതി ഈ ശുശ്രൂഷയെ സമീപിക്കുന്നുണ്ട്. മരണനിരക്ക് അനുദിനം കൂടുകയാണ്. രോഗബാധിതർ എല്ലാ രാജ്യങ്ങളിലും കൂടിക്കൊണ്ടേയിരിക്കുന്നു. രോഗികൾ വർദ്ധിക്കും തോറും അതോടൊപ്പം ഇത് സൃഷ്ടിക്കുന്ന മറ്റ് ആഘാതങ്ങളും പെരുകുകയാണ്. സാമ്പത്തിക തകർച്ച ഒരു വശത്ത്, വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ, ശമ്പളം കിട്ടാതെ, അവിടെ താമസിക്കുവാൻ തുടരാനാവാതെ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ ഏറ്റവും വ്യസനകരമായ സാഹചര്യങ്ങളിലായിരിക്കുന്നവർ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങിയവർ തുടങ്ങി അനേക തലങ്ങളിലാണ് ഈ കോവിഡ് കെടുതി മാനവരാശിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിടുതലിന് വേണ്ടി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല സഹോദരങ്ങൾ വിളിക്കുമ്പോഴും അവരോട് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റേതായിട്ടുള്ള ഭയാനകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ കഴിയാതെ അനേകർ വിഷമിക്കുകയാണ്. പല രീതികളിലുള്ള അനുഭവങ്ങൾ നാം അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നത്. അനേകർ ഈ കെടുതിയുടെ നടുവിലും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ കൂട്ടാക്കാതെ പോകുന്ന വളരെ ഭയാനകമായ ഒരു സാഹചര്യവും ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല. സാമ്പത്തികമായ തകർച്ച നിമിത്തം സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അനേകർക്ക് ഉപജീവനം നഷ്ടപ്പെടുകയാണ്. പല രീതികളിലുള്ള ആഘാതങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നേരിടുന്നത്. മനുഷ്യൻ്റേതായിട്ടുള്ള സമാധാനം നഷ്ടപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട് അവൻ മുൻപോട്ട് പോകുമ്പോൾ അവൻ പ്രതികരിക്കുന്നത് വിവിധ തരങ്ങളിലായിരിക്കും.
അങ്ങനെ എല്ലാ രീതികളിലും സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എങ്ങും സംഭ്രമം സൃഷ്ടിച്ചുകൊണ്ട് ആശങ്കയിൽ അനുദിനം ലക്ഷോപലക്ഷങ്ങളെ തള്ളിവിട്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവജനത്തിന് എന്നും ആശയും പ്രത്യാശയും അത്യുന്നതനായ ദൈവമാണ്. യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും സാന്ത്വനവുമാണ് ഒരു ദൈവപൈതലിൻ്റേതായിട്ടുള്ള അവകാശം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് യേശു അരുളി ചെയ്യുന്നു. അത് സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയ സമാധാനമാണ്. ഒരു ദൈവപൈതലിന് ആധാരമായിട്ടുള്ളത് ഇപ്രകാരമുള്ള ഏറ്റവും ഭീകരമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ശക്തി പകരുന്നത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയുമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവ സ്വഭാവത്തിൽ ജീവിക്കാതെ മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രയാസ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അനേകർക്ക് കഴിയാറില്ല. നാം ലോകത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങളിലും ലോകസുഖങ്ങളിലും ലോകത്തിൻ്റേതായിട്ടുള്ള വഴികളിലും മുൻപോട്ട് ഓടുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ ഇടറി വീഴുന്നത് സ്വാഭാവികമാണ്. നാം വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് നല്ല ടാറിട്ട റോഡുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടും. റോഡ് ക്ലോസ്ഡ്, ടേക്ക് ഡീവിയേഷൻ. വളരെ വേഗത്തിൽ മുൻപോട്ട് വരുമ്പോഴാണ് റോഡ് അടച്ചിരിക്കുന്നു, മറ്റ് വഴികൾ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവിടെ മറ്റ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുക. ഞാൻ ഇന്നത്തെ ഈ കോവിഡിൻ്റെ കെടുതിയെ അപ്രകാരമുള്ളൊരു സൈൻ ബോർഡായിട്ട് കാണുകയാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെയും ആവോളം അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ മറന്ന് മുൻപോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റെ സുഖങ്ങളുടെയും സൗഭാഗ്യത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും വീതിയിലൂടെ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് COVID-19 എന്ന സൈൻ ബോർഡ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. റോഡ് ക്ലോസ്ഡ്, ഈ ഓട്ടം ഇനിയും മുൻപോട്ട് ഓടുവാൻ കഴിയുകയില്ല. പക്ഷേ ആ ബോർഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ മറ്റു വഴികളും അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. നമ്മുടെ വേഗതയേറിയ ഈ ഓട്ടത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സൈൻ ബോർഡ്സിനെ കുറിച്ച് നാം ചിന്തിക്കാറില്ല. നമ്മുടെ ഗതിയെ പിടിച്ചു നിർത്തുവാൻ, നമ്മുടേതായിട്ടുള്ള ലക്ഷ്യത്തിലെത്തുവാനുള്ള തീവ്രമായ പരിശ്രമത്തെ തടഞ്ഞുകൊണ്ട് വഴി അടച്ചുകൊണ്ട് മുൻപിൽ വരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല. ഒരു ദൈവവൈതലിന് ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ ദൈവത്തെ അറിയുന്നുവെന്ന് ഭാവിക്കുകയും ദൈവത്തിൻ്റേതായിട്ടുള്ള വഴികൾ നടക്കുക എന്ന് ഉപദേശിക്കുകയും ദൈവത്തിൻ്റേതായിട്ടുള്ള കൃപയുണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന എല്ലാവരും, ദൈവമില്ല എന്ന് പറയുന്നവരും എല്ലാം ഇപ്രകാരമുള്ള സൈൻ ബോർഡിൻ്റെ മുൻപിൽ നിശ്ചലമായി നിൽക്കുന്ന, അന്താളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ മുൻപിലുള്ള സൈൻ ബോർഡിനെ കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകണം. സ്റ്റോപ്പ്, ദ റോഡ് ഈസ് ക്ലോസ്ഡ്. ഈ യാത്രയ്ക്ക് ഒരു വിരാമമുണ്ട്. യാത്ര തുടരുവാൻ സാധ്യമല്ല, കാരണം റോഡ് ഇവിടെ നിൽക്കുകയാണ്. അങ്ങേപ്പുറത്തോട്ട് കടക്കുവാൻ കഴിയുകയില്ല. ഇന്ന് മാനവരാശി ഏതാണ്ട് അപ്രകാരം ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സുഖത്തിൻ്റെയും ആധുനിക സംസ്കാരത്തിൻ്റേതായിട്ടുള്ള അനേകമായ ആഘോഷങ്ങളുടെയും ഒക്കെ മുൻപിൽ വിലങ്ങുതടി വന്നിരിക്കുകയാണ്. മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല.
ഉത്തുംഗ ശൃംഗങ്ങളിലെത്തിക്കുന്ന പരിപാടികളൊന്നും നടത്തുവാൻ കഴിയാതെ COVID-19 എന്ന ഭീകരൻ എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും തകർത്തുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ്. ഈ ചുവരെഴുത്ത് വായിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ഏതാണ്ട് 2500 കൊല്ലങ്ങൾക്ക് മുൻപ് പ്രാചീന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രാജ്യമായ ബാബിലോൺ രാജ്യത്തെ രാജാവിൻ്റെ മുൻപിൽ ഇപ്രകാരം ഒരു ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. രാജാവും അവൻ്റെ മന്ത്രിമാരും പ്രഭുക്കന്മാരും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളുമൊക്കെ വളരെ ആഘോഷകരമായി വീഞ്ഞു കുടിച്ച് രസിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ മുൻപിൽ ഒരു ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. What I was talking was, when we are immersed in the pleasures of this world and when we go fast along the highway of luxury, comfort and other resources of happiness, suddenly COVID-19 virus has come with the signboard. The road is closed, take a deviation. When we drive normally, when we come across such signboards, it means that we cannot go any further for some reason, because there is no road further. We are forced to take a deviation, to change our path to reach our destinations. So, in this crisis of COVID-19, I like to look at the same situation, because here people are running at a very fast pace with the hope of achieving many things, immersing themselves into the comforts of this world, luxuries of this world, and they are running forward. But all of it has come to a standstill with this pandemic. We fail to read the signboards which are before us. Around 2,500 years ago, in the kingdom of Babylon, its king Belshazzar was celebrating, rather, he was having a great feast, and they were drinking wine in the vessels that were brought from the temple of Jerusalem, desecrating it. They were enjoying. They were worshipping gods made of iron, gold, and other silver and other materials. They forgot themselves. They were enjoying so much, and in his pride, he forgot that there is an Almighty God who controls everything. He was riding high. And then we find that a hand came and wrote something on the wall of the palace, just in front of him. We read that in Daniel chapter 5, verse 5. What does it say? In the same hour came forth fingers of a man's hand and wrote over against the candlestick upon the plaster of the wall of the king's palace. And the king saw the part of the hand that wrote. So they were enjoying merrymaking. They were drinking wine, all right, but as they were drinking, he ordered the vessels which were brought by his grandfather from Temple of Jerusalem to be brought down. And they started drinking in that. His wives and his concubines and everybody. They forgot God. And then suddenly, the writing came on the wall. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ കൈവിരൽ പ്രത്യക്ഷപ്പെട്ട്
വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന് നേരെ എഴുതിക്കൊണ്ടിരിക്കുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. മാനവ ചരിത്രത്തിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ കൈവിരൽ എഴുതുന്നത്. 2 പ്രാവശ്യം ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് ദൈവം എഴുതി മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ കൽപ്പനകൾ അവന് നൽകി. തൻ്റെ സ്വന്തം കരം കൊണ്ട് വെട്ടിയെടുത്ത കൽപ്പനകളിൽ തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് അവൻ അനുഷ്ഠിക്കേണ്ട കൽപ്പനകളും അനുഷ്ഠാനങ്ങളും എല്ലാം ദൈവം അവൻ എഴുതി കൊടുത്തു. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്രകാരം ഒരു കാഴ്ച ലോകത്തിന് കാണുവാൻ കഴിയുന്നത്. രാജാവിൻ്റെ മുൻപിൽ കൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ ഒരു കൈവിരൽ എഴുതുകയാണ്. രാജാവ് ഇത് കണ്ടു. അവൻ വീഞ്ഞു കുടിച്ച് ലഹരിയിലായിരിക്കുമ്പോൾ തൻ്റെ വല്യപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരുശലേം കൊള്ളയടിച്ച് യെരുശലേം ചുട്ടുകരിച്ച് യെരുശലേം ദേവാലയത്തിലുണ്ടായിരുന്ന വിശുദ്ധ പാത്രങ്ങളൊക്കെയും അവിടെ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് വന്നത് ബാബിലോണിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റേതായിട്ട് ആലയത്തിലെ ആ പാത്രങ്ങൾ കൊണ്ടുവരുവാൻ ഈ കൊച്ചുമകനായ ബെൽഷസ്സർ കൽപ്പനയിട്ടു, കൊണ്ടുവന്നു. അതിനകത്തിലാണ് അവനും അവൻ്റെ ഭാര്യമാരും പ്രഭുക്കന്മാരും വെപ്പാട്ടികളും കൂടെ വീഞ്ഞു കുടിച്ച് അവരുടെ ദേവന്മാരെ ആരാധിച്ചത്. ഇരുമ്പും താമ്രവും സ്വർണവും വെള്ളിയും കല്ലും കൊണ്ടുമൊക്കെയുള്ള ദേവന്മാരെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൈപ്പത്തി കൊട്ടാരത്തിൻ്റെ ചുവരിന്മേൽ രാജാവിൻ്റെ മുൻപിൽ എഴുത്തു തുടങ്ങിയത്. രാജാവ് കണ്ടു പരിഭ്രമിച്ചു. അവൻ്റെ പരിഭ്രമം വളരെ വലുതായിരുന്നു. മാത്രമല്ല അവൻ്റെ അരക്കെട്ടിൻ്റേതായിട്ടുള്ള ബലമൊക്കെ നഷ്ടപ്പെട്ട് കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുവാൻ തുടങ്ങി. His loins were loosened and his knees were knocking because of fright. ഉടൻ തന്നെ അവന് ഇതിൻ്റെ അർത്ഥം അറിയണം. എന്താ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. രാജ്യത്തെ എല്ലാ മന്ത്രവാദികളെയും ശകുനവാദികളെയും ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആർക്കെങ്കിലും ഇത് വായിക്കുവാൻ കഴിയുമെങ്കിൽ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരുവാൻ കഴിയുമെങ്കിൽ അവനെ ധൂമവസ്ത്രം ധരിപ്പിക്കുകയും അവന് സ്വർണമാല അണിയിപ്പിച്ചിട്ട് രാജ്യത്തിൻ്റെ 3ാമത്തെ അധികാരിയായിട്ട് അവരോധിക്കപ്പെടും എന്നുള്ള കൽപ്പന അവൻ പുറപ്പെടുവിക്കുകയാണ്. He could not understand what exactly was written on the wall. So he said, anybody who could read it and give the meaning to what was written, he would be dressed in scarlet, he would be given a golden chain and would be made the 3rd ruler of the country. Then his grandmother came. She came, the queen mother. She came and told him, see, in your father's times, there was a man called Daniel, whom your father made the heads of all these magicians and all these people. And he used to interpret dreams. He is a man of God and the Spirit of God's dwell in him. Call him. He will do this for you. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ രാജമാതാവ്, അവൻ്റെ വല്യമ്മയാണ്, കടന്നു വന്ന് അവനോട് പറയുന്നു, അതെ, നിൻ്റെ വല്യപ്പച്ചൻ്റെ കാലത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ദാനിയേൽ എന്നാണ് അവൻ്റെ പേര്. വല്യപ്പനെ ബെൽത്തശസ്സർ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്രകാരമുള്ള സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനും മറഞ്ഞ കിടക്കുന്ന പൊരുളുകൾ വെളിപ്പെടുത്തുവാനും അവനിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ട്. അവനെ വിളിച്ചാൽ
അവൻ കാര്യങ്ങൾ പറഞ്ഞു തരും. ഉടൻ തന്നെ രാജാവ് ദാനിയേലിനെ വിളിച്ചു വരുത്തിയ ശേഷം ഇത് വ്യാഖ്യാനം ചെയ്യുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെക്കുറിച്ചൊക്കെയും ദാനിയേലിനോട് പറയുമ്പോൾ ദാനിയേൽ അതൊക്കെയും തിരസ്കരിക്കുകയാണ്. രാജാവിന് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുത്താട്ടെ, പക്ഷേ ഈ എഴുത്ത് വായിച്ച് അതിൻ്റെ അർത്ഥം പറയുവാൻ തക്കതിനോണം ദൈവം എനിക്ക് ജ്ഞാനം തന്ന് അത് ഞാൻ ചെയ്യും. അങ്ങനെ ദാനിയേൽ അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതിന് ആരംഭിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിന് അത്യുന്നതനായ ദൈവം കൊടുത്ത സ്ഥാനമാനങ്ങളെക്കുറിച്ചും പദവികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. രാജാവെ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. ഒരു വെറും നാട്ടുരാജ്യമായിരുന്ന ബാബിലോണിനെ ലോകത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രാജ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം നെബൂഖദ്നേസർ രാജാവിനെ അവൻ ഉയർത്തി. തൻ്റെ സ്വന്തം നഗരമായ തൻ്റെ സ്വന്തം പട്ടണമായ യെരുശലേം തകർക്കുവാൻ, യെരുശലേം ദേവാലയം നശിപ്പിക്കുവാനൊക്കെയുമുള്ള അവസരം അവന് കൊടുത്തു. അനേക രാജ്യങ്ങളൊക്കെ കീഴടക്കി അവന് മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. പക്ഷേ അതൊക്കെ അവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ 20-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അവൻ്റെ ഹൃദയം അഹങ്കരിച്ചു, അവൻ്റെ ഹൃദയം അഹങ്കാരത്താൽ കഠിനമായി പോയി. അപ്പോൾ അവനെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞു. അവൻ കാട്ടുകഴുതകളോടുകൂടിയാണ് പിന്നെ വസിച്ചത്. കാളകളെ പോലെ ദൈവം അവനെ പുല്ല് തീറ്റി. നെബൂഖദ്നേസർ രാജാവിൻ്റേതായിട്ടുള്ള കാര്യമാണ് ദാനിയേൽ ബെൽഷസ്സറിനോട് പറയുന്നത്. കാരണം അഹങ്കാരം ഈ രാജാവിനെ കീഴടക്കി. നെബൂഖദ്നേസർ രാജാവിനെ അവൻ അതിമനോഹരമായ പട്ടണം പണിതു. എന്നിട്ട് ആ പട്ടണത്തിൻ്റേതായിട്ടുള്ള അഹന്തയിൽ പ്രബലമായ രാജ്യം, ആർക്കും കടന്നു വരുവാൻ കഴിയാത്ത പ്രതിരോധ സംവിധാനങ്ങളുള്ള ബാബിലോൺ രാജ്യം അവൻ കെട്ടിപ്പടുത്തു. അപ്പോൾ ആർക്കും തന്നെ കീഴടക്കുവാൻ കഴിയുകയില്ല, തനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള അഹന്തയിൽ അവൻ മുൻപോട്ട് പോയി. ഒരു ദിവസം അവൻ പണിത രാജധാനിയിൽ അതിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട്, ഞാൻ എൻ്റെ ശക്തിയുടെ പ്രഭാവത്തിൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായി രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് തന്നെത്താൻ ആത്മകഥം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ശക്തിയുടെ പ്രഭാവത്തിൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് അഹങ്കരിച്ച് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു അശരീരി മുഴങ്ങുകയാണ്. രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിപ്പോയിരിക്കുന്നു. നീ കാളകളെ പോലെ പുല്ല് തിന്നും. നിൻ്റെ വാസം മഞ്ഞ് നനഞ്ഞ് അങ്ങ് മൃഗങ്ങളെ പോലെ ആയിത്തീരും. ആ നിമിഷം നെബൂഖദ്നേസർ രാജാവ് തൻ്റെ മാനസികാവസ്ഥ തകർന്ന് മൃഗങ്ങളെ പോലെ പെരുമാറുവാൻ തുടങ്ങി. യാതൊരു സുബോധവുമില്ലാതെ മൃഗങ്ങളെ പോലെ അവൻ പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവന് മറ്റു മാർഗമില്ല. രാജാവാണ്, പക്ഷേ മൃഗങ്ങളെ പോലെയാണ് പെരുമാറ്റം. ലൈക്കാൻത്രോപ്പി എന്ന മാനസിക രോഗമാണ് അവനെ പിടിച്ചത്. അപ്പോൾ അവർ പിടിച്ചുകൊണ്ടുപോയി കാളുകളുടെ കൂടെ പാർപ്പിക്കുകയാണ്. കാരണം പുല്ലേ തിന്നുകയുള്ളൂ, കൊട്ടാരത്തിൽ കയറുകയില്ല. കാളുകൾ ഒരിക്കലും കൊട്ടാരത്തിൽ വരികയില്ലല്ലോ. അങ്ങനെ അത്യുന്നതനായ ദൈവമാണ് ദൈവമെന്ന് അവന് ബോധ്യം വന്ന് അവൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിന് വീണ്ടും സ്ഥാനവും മാനവും നൽകിയപ്പോഴാണ് വീണ്ടും അവൻ്റെ രോഗാവസ്ഥയ്ക്ക് ദൈവം സൗഖ്യം കൊടുത്ത് രാജധാനിയിലേക്ക് അവനെ മടക്കി കൊണ്ടുവരുന്നത്.
അത്യുന്നതനായ ദൈവമാണ് ദൈവമെന്ന് അവൻ അത് കഴിഞ്ഞ് പ്രഖ്യാപിക്കുകയാണ്. ഇതെല്ലാം അഹങ്കാരത്തിൻ്റേതായിട്ടുള്ള പ്രതിഫലമാണ്. യെരമ്യാ പ്രവചനം 50-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അഹങ്കാരിയെ ഞാൻ നിനക്ക് എതിരായിരിക്കുന്നു, നിന്റെ നാൾ ഞാൻ നിന്നെ സന്ദർശിക്കുന്ന കാലം വന്നിരിക്കുന്നു. I was talking about Nebuchadnezzar, whom God had lifted up and gave him all glory. But he became proud, very proud and arrogant. And we find God punishing him severely, driving him into a mental condition which forced him to go and stay with animals, eat like animals. And finally, when he realized that it's Almighty God who is the Lord of everything, then God healed him and brought him back. That was the result of pride. So, what does God say about the proud? Behold, I am against thee, thou most proud, saith the Lord of hosts. For thy days come, the time that I will visit thee. God is against the proud. ദൈവം അഹങ്കാരികൾക്ക് വിരോധിയാണ്. അഹങ്കാരത്തെ അവൻ വെറുക്കുകയാണ്. ഇന്ന് നാം നോക്കുമ്പോൾ മനുഷ്യൻ അളവില്ലാത്ത അഹങ്കാരത്തിന് വിധേയമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനമാനങ്ങളും പദവികളുമൊക്കെ ദൈവം നൽകി കഴിയുമ്പോൾ വന്ന വഴികൾ മറന്ന്, ദൈവത്തെ മറന്ന് അഹങ്കാരത്തോടെ മുൻപോട്ട് പോകുന്ന മനുഷ്യനെയാണ് നാം ലോകത്തിൻ്റെ നാനാപരപ്പുകളിൽ കാണുവാൻ കഴിയുന്നത്. ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചും അതൊരു യാഥാർത്ഥ്യമാണ്. ക്രൈസ്തവ ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാവിധമായിട്ടുള്ള പ്രയാസ പ്രതിസന്ധികൾ ഈ അഹങ്കാരം നിമിത്തം ഉടലെടുത്തിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. ഇവിടെ അഹങ്കാരിയായ നെബൂഖദ്നേസർ രാജാവിനെ ദൈവം തകർത്ത് കളയുകയാണ്. എന്നിട്ട് ദാനിയേൽ ബെൽഷസ്സർ രാജാവിനോട് ചോദിക്കുകയാണ്, ഇതെല്ലാം നീ കണ്ടിട്ടും കൊച്ചുമകനായ നിനക്ക് എങ്ങനെ അഹങ്കരിക്കുവാൻ കഴിഞ്ഞു? നിൻ്റെ വല്യപ്പച്ചനും അഹങ്കാര നിമിത്തം വന്ന എല്ലാവിധമായ ശിക്ഷകളും നീ കണ്ടിട്ടും നിനക്കെങ്ങനെ ഇത് പ്രവർത്തിക്കുവാൻ കഴിയും? എന്താണ് ഈ മേലെഴുത്ത് ചോദിക്കുകയാണ്. ദാനിയേൽ അത് വായിച്ചു. മേനെ മേനെ തേക്കേൽ ഉർഫസീൻ. മേനെ എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ രാജ്യത്വത്തിൻ്റെ നാളുകൾ എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. മേനെ മീൻസ് numbered. I have numbered the days of your kingdom. It also means I have reviewed your works and put an end to the days of your kingdom. ആധുനിക മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ഇപ്രകാരം അവൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെടുമെന്നുള്ള ഒരു ചിന്ത അവൻ്റെ മുൻപിലില്ല. ലോകത്തൊരു രാജ്യത്തും ഇപ്രകാരമുള്ള ഒരു കെടുതി ഉണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കുവാൻ കഴിഞ്ഞില്ല. ഒരുപാട് പ്രവചനങ്ങൾ നടത്തുന്നവരുണ്ട്, ജ്യോത്സ്യന്മാരുണ്ട്, അതേ സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്, സാങ്കേതിക വിദഗ്ധന്മാരുണ്ട്. എന്നാൽ ലോകത്തിൽ ഒരു രാജ്യത്തിനും ചിന്തിക്കുവാൻ പോലും കഴിയാതിരുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ദൈവം ലോകത്തിൽ വരുത്തി വെച്ചത്. മേനെ മേനെ എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കുന്നു. ഐ ഹാവ് നമ്പേർഡ് യുവർ ഡേയ്സ്, ഐ ഹാവ് റിവ്യൂഡ് യുവർ ഡേയ്സ്. ഞാൻ നിൻ്റെ പ്രവർത്തികളും പ്രവർത്തനങ്ങളും എല്ലാം അവലോകനം ചെയ്തു.
നിൻ്റെ സ്പീഡിൽ ഓട്ടം അവിടെ വന്ന് നിൽക്കുകയാണ്. റോഡ് ക്ലോസ്ഡ് എന്ന് അനേകർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാൻ അന്താളിച്ച് നിൽക്കുമ്പോൾ അത് വിളിച്ചു പറയുന്നത് ഇപ്രകാരമുള്ള ഒരു ഓട്ടത്തിൻ്റെ അവസാനമാണ്. ഈ അവസ്ഥയിലും അവർക്ക് ദൈവത്തെ വിളിക്കുവാൻ കഴിയും. പക്ഷേങ്കിൽ വിളിക്കുവാൻ കഴിയുന്നില്ല. ബെൽഷസ്സർ രാജാവിൻ്റെ മേലുള്ള ന്യായവിധി യഹോവയാം ദൈവം തൻ്റെ വിരൽ കൊണ്ട് തന്നെ എഴുതി. രണ്ടാമതായിട്ട് പറയുന്നത് തേക്കേൽ. തേക്കേൽ എന്ന് പറയുമ്പോൾ തുലാസിൽ നിന്നെ തൂക്കി നിന്നെ കുറവുള്ളവരായി കണ്ടിരിക്കുന്നു. തുലാസിൽ തൂക്കുമ്പോൾ നിനക്ക് തൂക്കത്തിൽ കുറവുണ്ട്. അത് നാം കുറച്ചുകൂടെ അഗാധമായിട്ട് മനസ്സിലാക്കുവാനുണ്ട്. തൂക്കമില്ലെന്നുള്ളതല്ല, യാതൊരു തൂക്കവുമില്ലെങ്കിൽ ബാലൻസ് വല്ലാതെ ഒരു വശത്തോട്ടൊക്കെ പൊക്കിപ്പോകും. ത്രാശുകൾ, ഒരു ത്രാശ് അങ്ങ് പോകും, മറ്റേ തൂക്കം മാത്രം താഴോട്ട് കിടക്കും. എന്നാൽ അങ്ങനെയല്ല, തൂക്കമുണ്ട്, പക്ഷെ ആവശ്യമായ തൂക്കമില്ല. തൂക്കത്തിൽ കുറവുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് മുൻപോട്ട് വന്ന അനേകരുണ്ട്. അപ്പോഴതൊക്കെ അവർക്ക് തൂക്കമാണ്. ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ദൈവവിളി കേട്ടുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിച്ച കാലങ്ങളിലൊക്കെയും അവർ തൂക്കം നേടിയവരാണ്. എന്നാൽ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും ലോകസുഖങ്ങളിലേക്കും ലോകത്തിൻ്റെ പ്രതാപങ്ങളിലേക്കും ലോകത്തിൻ്റെ പ്രൗഢികളിലേക്കും സ്ഥാനമാന മോഹങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങളിലേക്കും വഴുതി വീണപ്പോൾ അവരുടെ തൂക്കം കുറഞ്ഞു പോവുകയാണ്. ആവശ്യമായ തൂക്കം നേടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ചിലതൊക്കെ പ്രവർത്തിച്ചു, തൂക്കമുണ്ട്. നമുക്കറിയാം, ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷകൾ എഴുതുന്നത്. ഏതൊരു പരീക്ഷയ്ക്കായിരുന്നാലും ശരി, വിജയത്തിന് ഒരു മാനദണ്ഡമുണ്ട്. അവർക്ക് പരീക്ഷ നടത്തുമ്പോൾ അവർ നൽകുന്ന ഉത്തരങ്ങൾ ഒരു നിശ്ചിത ശതമാനം മാർക്ക് വാങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സാധാരണഗതിയിൽ ഭാരതത്തിൽ 50% മാർക്ക് വാങ്ങിയാൽ മാത്രം പാസ്സാകും എന്നുള്ള നിബന്ധനയുള്ള പരീക്ഷകളുണ്ട്. 35% മാർക്ക് മാത്രം വാങ്ങിയാൽ ജയിക്കുമെന്നുള്ള നിബന്ധനയുള്ള പരീക്ഷകളുണ്ട്. അപ്പോൾ ഇത്രയും ലഭിക്കാതിരുന്നാൽ തൂക്കമില്ല. 15 മാർക്ക് വാങ്ങിച്ചാലും അതെ 35% വേണമെന്ന് പറയുന്നിടത്ത് 20% മാത്രമാണ് ഉള്ളതെങ്കിൽ നിനക്ക് തൂക്കമില്ല. 50% മാർക്ക് വാങ്ങിയാൽ നീ പാസ്സാകും, പക്ഷേ നിനക്ക് 40% ഉള്ളൂ, നിനക്ക് തൂക്കമില്ല. അപ്പോൾ തൂക്കമില്ലാത്ത അവസ്ഥ, നീ തൂക്കത്തിൽ കുറവുള്ളവരാണ്. തൂക്കത്തിൽ കുറവുള്ളവരെന്ന് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞ ജീവിതമൊക്കെ ആരംഭിച്ചതാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് അല്പം തൂക്കങ്ങളൊക്കെ നേടിയവരാണ്. അല്ലെ, നിനക്ക് തൂക്കം ഇല്ല എന്ന് പറയുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്, നീ തൂക്കത്തിൽ കുറവുള്ളവനാണെന്നാണ് പറയുന്നത്. തൂക്കമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, ദൈവത്തിൻ്റെ യാതൊരു പ്രവൃത്തിയുമില്ല. അപ്പോൾ നിൻ്റെ തുലാസംഗം മേപ്പോട്ട് പൊങ്ങി നിൽക്കും, ബാലൻസ്. പക്ഷെ അതല്ല, അല്പം തൂക്കമുണ്ട്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തവരുടേതായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ തൂക്കത്തിൽ കുറവുള്ളവനാണ്. നിന്നെ തൂക്കി, ആദ്യമേ എണ്ണി, രണ്ടാമത് തൂക്കി, മൂന്നാമത് പറയുകയാണ് പേരേസ് ഉർഫസീൻ, നിൻ്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. നീ ഉണ്ടാക്കിയതെല്ലാം, സ്ഥാനവും മാനവും ഒക്കെ നിൻ്റെ പിതാമഹനിൽ നിന്ന് ആർജിച്ച് നീ മഹാരാജാവായി തീർന്നു. പക്ഷേ നീ തൂക്കത്തിൽ കുറവ് ഉള്ളവനായി തീർന്നത് കൊണ്ട് ഞാൻ നിൻ്റെ രാജ്യം വിഭജിച്ച് പാർസികൾക്കും മേദ്യർക്കും കൊടുക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇപ്രകാരമുള്ള
ഒരു വൻ കെടുതിയുടെ മുൻപിൽ ഞാനും നിങ്ങളും അന്താളിച്ച് നിൽക്കുമ്പോൾ ഇത് വളരെ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. നമ്മുടെ മുൻപിലുള്ള ചുവരിൽ എന്താണ് ദൈവത്തിന് എഴുതുവാനുള്ളത്, എന്താണ് ദൈവം എഴുതുന്നതെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് പരിശോധിക്കാതെ നാം വീണ്ടും മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അന്ത്യം ഭയാനകമായ ഒരു കെടുതിയിലേക്ക് വീഴുവാൻ പോവുകയാണ്. ദൈവത്തെ അറിയുവാനും ദൈവത്തെ ഭയപ്പെട്ട് മുൻപോട്ട് പോകുവാനും ദൈവം ഒരുക്കുന്ന ഒരു വലിയ അവസരമാണ് നമ്മുടെ മുൻപിലുള്ളത്. ബെൽഷസ്സറിന് ആ രാത്രിയിൽ മാനസാന്തരപ്പെടാമായിരുന്നു. അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അവന് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. അവൻ്റേതായിട്ടുള്ള ആ വിരുന്ന് തുടരുകയാണ്. ആ വിരുന്ന് തുടർന്ന് രാത്രിയുടെ യാമങ്ങൾ പിന്നിട്ടപ്പോൾ ആ രാത്രിയിൽ തന്നെ ബെൽഷസ്സർ കൊല്ലപ്പെടുകയാണ്. മേദ്യനായ ദാര്യാവേശ് അവന് പകരം രാജാവാകുകയാണ്. അവൻ്റെ മുൻപിൽ അല്പം സമയമുണ്ടായിരുന്നു. അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും ദാനിയേലിനോട് അത് പറയുവാനും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനുള്ള ഒരു പുതിയ തീരുമാനമെടുക്കുവാനുമുള്ള ഒരു സ്പേസ്, ഒരു സാവകാശം അവൻ്റെ മുൻപിലുണ്ടായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. ദാനിയേലിന് അവൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയും അവൻ ചെയ്തു. ധൂമവസ്ത്രം ധരിപ്പിച്ചു, രാജ്യത്തെ മൂന്നാമനായിട്ട് പ്രഖ്യാപിച്ചു, അതെല്ലാം അവൻ ചെയ്തു. പക്ഷേ അവൻ്റെ മുൻപിലുള്ള മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ വിധിയെഴുത്ത് അനുസരിക്കുവാനോ അതിനോട് പ്രതികരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്രകാരമുള്ള ഭയാനകമായൊരവസ്ഥയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ പോലും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പരിമിതമായ സാഹചര്യങ്ങളിൽ ദൈവജനത്തിന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഇന്നത്തെ ആവശ്യം. ദേവാലയങ്ങളിൽ ആരാധന നടത്തുവാൻ നിർണയിക്കപ്പെട്ടിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് അതിന് വിധേയമായി ദേവാലയങ്ങൾ ആരാധനകൾക്കായിട്ട് തുറന്നിടുവാൻ തക്കതിനുണ്ണം കഴിയണം. അത് അടച്ചിടുകയല്ല, ദൈവത്തിൻ്റെ ആലയങ്ങൾ അടച്ചിടുകയാണ്. അങ്ങനെ അടച്ചിടുമ്പോൾ ആരാധനകളാണ് മുടങ്ങുന്നത്. എപ്പോഴും 10 പേരെങ്കിൽ 10 പേര്, 15 പേരെങ്കിൽ 15, 20എങ്കിൽ 20 അങ്ങനെയുള്ള ചെറിയ സംഘങ്ങൾക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനുള്ള സാവകാശം ഉണ്ടാകുമ്പോഴാണ് അനേകായിരങ്ങളുടെ കൂട്ടായ നിലവിളി ദേശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും സ്വർഗത്തിലേക്ക് ഉയരുന്നത്. ലോകമെമ്പാടും ആവശ്യം അതാണ്. സ്വർഗത്തിലേക്ക് നിലവിളികൾ ഉയരണം. നാം ആയിരിക്കുന്ന ദേശത്തിൻ്റേതും രാജ്യത്തിൻ്റേതുമായുള്ള എല്ലാവിധമായ നിബന്ധനകളും അനുസരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരാധിക്കുവാൻ കഴിയണം. അങ്ങനെ ആരാധിക്കുമ്പോഴാണ് സ്വർഗം പ്രസാദിക്കുന്നത്. നിയമത്തെ പഴിചാരിക്കൊണ്ട് ആരാധനകൾ മുടക്കിയാൽ അതൊരിക്കലും ദൈവത്തിന് പ്രസാദകരമായ കാര്യമല്ല. അത് രോഗത്തെ വ്യാപിപ്പിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും സർവശക്തനായ ദൈവമാണ്. ഇവിടെ ദാനിയേൽ ആ ചുവരെഴുത്ത് വായിച്ചു, അർത്ഥം അവന് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ അതനുസരിച്ച് അവൻ്റെ ജീവിതം ക്രമീകരിക്കുവാൻ, വീണ്ടും അവന് ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വരുവാനോ അവൻ അപ്രകാരം ഒരു മുന്നറിയിപ്പ് നൽകിയ ദൈവത്തെ അന്വേഷിക്കുവാൻ ബെൽഷസ്സർ കൂട്ടാക്കിയില്ല. അത് അവൻ്റെ രാജ്യത്തിൻ്റെ അവസാനമായിരുന്നു. കൽദയ രാജവംശത്തിൻ്റെ അവസാനമായിരുന്നു. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇത് നമ്മൾക്ക് പാഠമാകണം. നമ്മുടെ മുൻപിലുള്ള ചുവരിൽ ദൈവം എന്താണ് എഴുതുന്നത്? എഴുതുന്നത് നാളെക്കുറിച്ചുള്ള കാര്യമല്ല, നാളേക്ക് വേണ്ടിയുള്ള കാര്യമാണ്. എഴുതുന്നത് നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകനമാണ്. നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കുന്നു,
അവലോകനം ചെയ്തിരിക്കുന്നു. മേനെ മേനെ തേക്കേൽ ഉർഫസീൻ, ഞാൻ നിന്നെ തൂക്കി നോക്കുമ്പോൾ നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിനക്ക് തൂക്കം കുറവാണ്. ഞാൻ നിന്നെ വിളിച്ചു, വേർതിരിച്ചു, നിനക്ക് അനേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പകർന്നു, അനേകമായിട്ടുള്ള അവകാശങ്ങൾ തന്നു. മാത്രമല്ല അനേകം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തക്കതിനുവണ്ണം ഞാൻ നിന്നെ ആക്കി വെച്ചു. എന്നാൽ അവയ്ക്കൊന്നും പൂർണ്ണത വരുത്തുവാൻ നിനക്ക് കഴിയാതെ, അതെ, നീ തൂക്കത്തിൽ കുറഞ്ഞുപോയി. ദൈവകൃപ വിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് വിട്ട് നിൻ്റെ സ്വന്തം ബുദ്ധിയിലും യുക്തിയിലുമായിട്ട് നീ മുൻപോട്ട് പോവുകയാണ്. നീ തൂക്കത്തിൽ കുറവുള്ളവനാണ്. ദൈവം നൽകുന്ന അവസരങ്ങൾ നാം തക്കത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ദൈവം നൽകുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കാം. 5 അപ്പവും 2 മീനുമായിരിക്കാം. പക്ഷേ അതിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോഴാണ് അത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതം ഒന്ന് അവലോകനം ചെയ്യുവാൻ തക്കതിന് വേണം. നമ്മുടെ മുൻപിലുള്ള ചുവരെഴുത്ത് എന്താണെന്ന് പഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നമുക്ക് തൂക്കമുണ്ടോ? തൂക്കത്തിൽ കുറവാണോ? തൂക്കത്തിൽ കുറവാണെങ്കിൽ ഒരു കാര്യം ദൈവം വ്യക്തമാക്കുന്നുണ്ട്. നിനക്ക് പകർന്ന അനുഗ്രഹങ്ങൾ, നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വിഭജിച്ച് അവൻ അത് മറ്റുള്ളവർക്കായി നൽകും. നീ വർഷം അത്രയും വാരിക്കൂട്ടിയ കാര്യങ്ങൾ, സ്വരൂപിച്ച സമ്പത്തും നേടിയ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ തകർന്നു പോവുകയാണ്. നമ്മതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയോ പ്രശസ്തരാണ് ദൈനംദിനം നമ്മുടെ മുൻപിൽ വളരെ വേദനാജനകമായ രീതിയിൽ കടന്നു പോകുന്നത്. അപ്പോൾ ദൈവം നൽകിയ സ്ഥാനമാനങ്ങളോട് പറ്റിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിലേക്ക് മനുഷ്യരെ നയിക്കുവാൻ കഴിയാതെ, ദൈവഭക്തിയിലേക്കും ഭയത്തിലേക്കും നയിക്കുവാൻ കഴിയാതെ യുക്തിയുടെയും ബുദ്ധിയുടെയും പാതയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അത് അപകടകരമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായും ബുദ്ധിയും യുക്തിയും ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് അനുയോജ്യമല്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവന് സർവസ്വവും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ ലഭിച്ചിരിക്കുന്ന പരിമിതമായ സാഹചര്യങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്ന ഏതവസരവും തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാനാണ് ശ്രമിക്കേണ്ടത്. സമയദൈർഘ്യമല്ല, മറ്റ് പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള അവസ്ഥകളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളല്ല അവനെ ഭരിക്കേണ്ടത്. അവൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമന്വയിപ്പിക്കുവാൻ തക്കവണ്ണം ലഭിക്കുന്ന അവസരങ്ങൾ അത് വളരെ വലുതാണ്. അപ്പോൾ ഇന്ന് എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന അത്തരം അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കണം. നമ്മുടെ മുൻപിലുള്ള ചുവരെഴുത്ത് വായിക്കുവാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയത്. നമ്മുടെ അമ്മയുടെ ഉദരം മുതൽ ഇന്നുവരെയും ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി. അതെ, നമ്മുടെ നാളുകൾ എണ്ണി നോക്കുമ്പോൾ, അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങളുടെ നീണ്ട പട്ടിക നമുക്ക് തന്നെ ചിന്തിക്കുവാൻ കഴിയും. യാതൊരു രീതിയിലും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാഞ്ഞ ദിവസങ്ങളിൽ, ജീവിതം തന്നെ ചോദ്യചിഹ്നമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥകളിൽ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തിയ നിമിഷങ്ങളും അവസരങ്ങളും ഒക്കെ ഓർക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ അപ്രകാരമുള്ള അവസരങ്ങളിൽ നാം എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ദൈവത്തിനു വേണ്ടി എന്ത് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു? നമ്മുടെ തൂക്കം കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിന്നെ തൂക്കി നോക്കി, തുലാസിൽ തൂക്കുകയാണ്. നീതിമാനായ ദൈവമാണ്. അതെ, നീ കുറവുള്ളവനായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിൽ അതിനുള്ള പരിഹാരം കാണണം. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. പുതിയ തീരുമാനമെടുക്കണം. ഇന്ന് അനേകർക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനാണ് ബുദ്ധിമുട്ട്.
ഒരുപാട് ബൈലൊക്കെ പറയും പ്രസംഗം നല്ലതാണ്, നല്ല ചാതുര്യമാണ്, നല്ല കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ അനേകർക്ക് കഴിയാത്തതിൻ്റെ കാരണം അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും, അവർ നേടിവെച്ചതൊക്കെയും നഷ്ടമാകും, അവരുടേതായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാകും, അവരുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയും എന്നൊക്കെ തുടങ്ങിയുള്ള അനേക കാര്യങ്ങളാണ്. ഒരുപക്ഷെ ബെൽഷസ്സറിന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തടസ്സമായി നിന്നത് ഈ കാരണങ്ങളൊക്കെയാണ്. അവനൊരു രാജാവാണ്, അവന് ഏറ്റവും പറ്റിയൊരു സാഹചര്യമായിരുന്നു അത്. കാരണം രാജ്യത്തിലെ മഹത്തുക്കളും എല്ലാ പ്രഭുക്കന്മാരും ഭാര്യമാരും വെപ്പാട്ടികളായിട്ടൊരു വലിയ സമൂഹമാണ്. എന്നാൽ അവന് അവരുടെ മുൻപിൽ വെച്ച് അവൻ വായിച്ചു കേട്ട ആ ദൈവത്തിൻ്റേതായിട്ടുള്ള മുന്നറിയിപ്പിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയത് അതവൻ്റെ രാജസ്ഥാനത്ത് തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അവൻ മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭയം, അവരുടെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവന് പറയുവാൻ കഴിയും. എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ഉപയുക്തമാക്കുവാൻ കഴിയാതെ വരുന്നത് നാം ഭവിഷ്യത്തുകളെ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാനിതിൻ്റെ ഒരു പടിയുടെ മുൻപോട്ട് പോകുമ്പോൾ നീ നേടിയതൊക്കെ നിലനിർത്തുവാൻ, നിൻ്റെ സ്ഥാനവും നിൻ്റെ മാനവും നിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തുവാൻ തക്കവണ്ണം നീ ഇന്ന് പോകുന്ന പാതയിൽ നീ വ്യതിചലിക്കുവാൻ കൂട്ടാക്കാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളണം, എന്താണ് ബെൽഷസ്സറിൻ്റെ അന്ത്യം. നേടിയതൊക്കെയും രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് രാജാക്കന്മാർ കൊണ്ടുപോവുകയാണ്, മേദ്യരും പാർസികളും. അത്രയേ ഉള്ളൂ. നീ ഇതെല്ലാം നേടിവെച്ചു, നിനക്ക് ദൈവം വരുന്ന വലിയൊരു അവസരം മടങ്ങി വരുവാൻ, ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്തേക്ക്, ദൈവം വിളിച്ച വിളിയിലേക്ക് മടങ്ങി വരുവാൻ നിനക്ക് കഴിയാതെ നീ മുൻപോട്ട് പോവുകയാണെങ്കിൽ, നീ നേടിയതൊക്കെ കൂട്ടിവെച്ച് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അത് നഷ്ടപ്പെടാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ നീ പരിശ്രമിച്ചുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും തള്ളിവിടാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ബെൽഷസ്സറിൻ്റെ അവസാനം ഓർത്തുകൊള്ളണം. മുൻപിൽ ബെൽഷസ്സറിന് ചില മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ മണിക്കൂറുകൾ ഉപയുക്തമാക്കുവാൻ അവൻ കഴിയാതെ അവൻ മുന്നേറുവാനും മുൻപോട്ട് പോകാനും ചിന്തിച്ചപ്പോൾ രാത്രിയുടെ അവസാന യാമങ്ങളിൽ അവൻ കൊല്ലപ്പെടുകയാണ്. അവൻ രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. മറ്റൊരുവൻ അവന് പകരം രാജാവായി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും മാറ്റിവെക്കലുകൾ, നീട്ടിവെക്കലുകൾ നാം ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവം നമുക്ക് എത്രമാത്രം സമയം തന്നിട്ടുണ്ട് എന്നുള്ളത് നാം അറിയുന്നില്ല. ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ തൂക്കത്തിൽ കുറവുള്ളവരാണ്. അതെ, നിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്, നിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. ബെൽഷസ്സറിനോട് പറയുമ്പോൾ ദൈവം നിൻ്റെ രാജത്വത്തിൻ്റെ നാളുകൾ എണ്ണി അതിന് അന്ത്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരവസരം ഉപയുക്തമാക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. 80 മാനസാന്തരമില്ല, 90 മാനസാന്തരമില്ല. കാരണം പണ്ട് ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് തൂക്കം കയ്യിലുണ്ട്, ബാക്കി തൂക്കമില്ലാതെ ശൂന്യമായി പോവുകയാണ്. ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച്, സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ച്, നിത്യജീവനെക്കുറിച്ച് പ്രസംഗിച്ച് ഒക്കെ കാലം കഴിച്ച് ഇന്ന് അതേ ഈ ലോകത്തോട് യാത്ര പറയുവാനുള്ള സമയം എപ്പോഴാണെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നിൻ്റെ ശൂന്യത എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിനക്ക് ദൈവം തരുന്ന അവസരങ്ങൾ നീ ഉപയുക്തമാക്കുന്നില്ല എങ്കിൽ നീ പ്രസംഗിച്ചിരുന്ന അതേ അവസ്ഥയിലേക്ക് നീ തള്ളപ്പെടും. നരകത്തിലേക്ക്, നരകയാതനയിലേക്ക് ഒക്കെ ചെല്ലുമെന്ന് പ്രസംഗിച്ചത് ആ പ്രസംഗം നിൻ്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. കാരണം നിനക്ക് തിരുത്തുവാൻ കഴിയുന്നില്ല. നിൻ്റെ ലോകമോഹങ്ങൾ ഇപ്പോഴും നിന്നെ പിൻപറ്റുകയാണ്. നിൻ്റെ മ്ലേച്ഛകൾ നിനക്ക് മറച്ചു വെക്കുവാൻ തക്കവണ്ണം ഉള്ള പരിശ്രമമാണ്. മനുഷ്യരെ കബളിപ്പിക്കുവാൻ കഴിയും, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ കോവിഡ് മഹാമാരിയിൽ ഇന്ന് നിശ്ചലമായി നാം മുൻപോട്ട് പോകുമ്പോൾ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ചുവരെഴുത്തെന്തെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ബെൽഷസ്സറിൻ്റെ മുമ്പിൽ അപ്രകാരം ഒരു ചുവരെഴുത്തുണ്ടായിരുന്നു. അവനത് വായിച്ചു കേട്ടു, ദൈവം നൽകിയ മുന്നറിയിപ്പ് എന്തെന്ന് മനസ്സിലാക്കി. പക്ഷേ അവന് തിരിച്ചു വരുവാൻ കഴിഞ്ഞില്ല. ആ രാത്രിയിൽ അവൻ കൊല്ലപ്പെടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ദൈവം ഇങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം നൽകുന്നുണ്ട്. പലപ്പോഴും നാം അതിനെ സ്വീകരിക്കുവാൻ തയ്യാറല്ല. കാരണം
നാം നേടിയതൊക്കെയും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം എന്നുള്ള മിഥ്യാധാരണയിൽ മുൻപോട്ട് പോകുമ്പോഴാണ് പൊടുന്നനവേ യഹോവയാം ദൈവം തൻ്റെ വാൾ ഉയർത്തുന്നത്. ബെൽഷസ്സറിൻ്റെ രാജ്യത്വത്തിന് അവസാനം വരുത്തിയ ദൈവം എന്നും ജീവിക്കുന്നു. ബെൽഷസ്സറിൻ്റെ മുൻപിൽ അവൻ്റെ കുറവുകളെക്കുറിച്ച് അവൻ്റെ വിരൽ കൊണ്ടെഴുതിയ അതേ വിരൽ ഇന്ന് ജീവിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ എവിടെയാണ് നമ്മുടെ പരാജയമെന്ന് മനസ്സിലാക്കുവാൻ ഈ ചുവരെഴുത്തിലേക്കൊന്ന് നോക്കണം. നിന്നെ വിളിച്ചത് എവിടെയാണ്? നീ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ വന്നത്? വളർന്നത് എവിടെയാണ്? എവിടെയാണ് നീ വീണുപോയത്? എന്തുകൊണ്ടാണ് നീ വീണുപോയത്? പരമപ്രധാനമായ കാര്യമാണ്. ഇന്നത്തെ നിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മേനെ മേനെ തേക്കേൽ ഉർഫസീൻ. അതെ, നിന്നെ എണ്ണി നോക്കി നമ്പേർഡ് എന്ന് പറയുമ്പോൾ എണ്ണി നോക്കി, വെയ്ഡ് തൂക്കി നോക്കി, ഡിവൈഡഡ് വിഭജിച്ചു. ഈ അവസ്ഥയിലേക്ക് നാം എല്ലാവരും നടക്കേണ്ടി വരും. എല്ലാവർക്കും ഉള്ളതാണിത്. നമ്മുടെ പ്രവർത്തികളെക്കുറിച്ചുള്ള തൂക്കം ദൈവം തീർച്ചയായിട്ടും അളന്നു നോക്കും, യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം, ദൈവരാജ്യത്തിന് അവകാശികളായി നിൽക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയേണ്ടതിന് നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ ചുവരെഴുത്തെന്തെന്ന് നാം പരമാർത്ഥതയോടെ മനസ്സിലാക്കി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സാത്താൻ്റെ പ്രലോഭനങ്ങളും അവൻ്റെ മോഹങ്ങളും മോഹവലയങ്ങളും തകർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, യേശുവിനെ നാം ഉയർത്തപ്പെടുവാൻ തക്കതിന് വേണം. ഈ വാക്കുകൾ നിങ്ങളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, ഈ വലിയൊരു സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മേനെ മേനെ തേക്കൽ ഉർഫസ്. കർത്താവ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കി നോക്കുന്ന ദൈവമാണ്. ഞങ്ങൾ തൂക്കത്തിൽ കുറവുള്ളവരായിട്ട് തീരുമ്പോൾ നീ ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണി ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ മാറ്റിക്കളയുന്ന ദൈവമാണ്. ഞങ്ങൾ നേടിയതും ഞങ്ങൾ സ്വരൂപിച്ചതൊക്കെയും ഒരു രാത്രി കൊണ്ട്, നിമിഷം കൊണ്ട് തകർത്ത് കളയുന്ന ദൈവമാണ്. നിൻ്റെ വചനം കേൾക്കുന്ന ഓരോരുത്തരും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ COVID-19 ഭയാനകമായ പ്രവർത്തനം മൂലം അന്താളിച്ചു നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ചുവരെഴുത്തെന്തെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയൊക്കെ അടിയങ്ങളോട് പറയാനുള്ളതെന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ചിന്തയിലും സ്വന്തം ബുദ്ധിയിലുമല്ല. പിന്നെ കർത്താവേ, നീ ഞങ്ങളെ വിളിച്ച ദൈവമാണ്. ആ വിളി കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച് ഞങ്ങൾ ഇന്ന് എവിടെയാണെന്ന് പരിശോധിച്ച് വാസ്തവമായി നിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, നിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരുവാൻ, കർത്താവെ തെറ്റിപ്പോയ കാലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച് ഈ ലോകം വിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ കാണപ്പെടുവാൻ തക്കതിനുവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കണമേ. അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന കൊച്ചു കൊച്ചു അവസരങ്ങൾ പോലും തള്ളിക്കളയാതെ കർത്താവെ, നിന്റെ ജനങ്ങൾക്ക് നിന്നെ ആരാധിക്കുവാൻ തക്കതിനുവണ്ണം, സ്ഥലകാല പരിമിതിയില്ലാതെ ആരാധിക്കുവാൻ തക്കതിനുവണ്ണം കർത്താവെ സാവകാശങ്ങൾ അങ്ങ് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട്, മറ്റുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകാതെ കർത്താവെ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആഗ്രഹിക്കുന്ന നിൻ്റെ ജനത്തിന് അവിടുത്തെ ദേവാലയങ്ങളിൽ ആരാധിക്കുവാൻ തക്കവണ്ണം എല്ലാവിധമായ നിബന്ധനകളെയും അനുസരിച്ചുകൊണ്ട് കൊച്ചുകൂട്ടങ്ങളായിട്ട് ആരാധിക്കുവാൻ തക്കവണ്ണം, നാൾതോറും ആരാധിക്കുവാൻ തക്കവണ്ണം, അത് ആഴ്ചയിലൊരിക്കലല്ല പ്രതിദിനം ആരാധിക്കുവാൻ തക്കവണ്ണം വേണ്ടുന്ന വഴികളും വാതിലുകളും നീ തുറന്ന് കർത്താവ് ഈ കെടുതിയെ കീഴടക്കുവാൻ തക്കതിനുവണ്ണം അവിടുന്ന് സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ വലിയ കെടുതി മൂലം കഷ്ടത്തിലായിരിക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ദുബായിൽ ഗുരുതരമായി കർത്താവ് ആശുപത്രിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാർട്ടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം നീ പ്രസാദിക്കണമേ. 42 ദിവസങ്ങളായിട്ട് കർത്താവ് കെടുതി മൂലം അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആകാതെ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട റേച്ചലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങടപെട്ട് അവൾക്ക് സൗഖ്യം നൽകണമേ കർത്താവ്. ഗുരുതരമായ അവസ്ഥയാണ്, അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
കുവൈറ്റിലെ സുനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലില്ലിക്കുട്ടി ജോർജ് ന്യൂജേഴ്സിയിൽ നിന്ന് കർത്താവെ നീ സൗഖ്യം നൽകുവാൻ തക്കവണ്ണം പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബുദാബിയിലെ പോൾസണെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജയരാജനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിതയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജൂബി വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കോവിഡ് രോഗികളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അതുമാത്രമല്ല കർത്താവെ, ഇവിടെ അണികൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് സൗഖ്യമായ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. വീണ്ടും അവർക്ക് ഇത് ബാധിക്കുവാനിടയാകാതെ നീ അവർക്ക് തീമതിലായവരെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി അവിടുത്തോട് അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ. പ്രിയപ്പെട്ട മോഹനെ ഓർക്കണം, അബുദാബിയിലെ മോഹനെ ഓർക്കണമേ. കർത്താവ് നീ അവൻ്റെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കുവാൻ പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിനുവിൻ്റേതായിട്ടുള്ള ഓപ്പറേഷൻ അനുഗ്രഹമായിട്ട് പൂർത്തീകരിക്കുവാൻ സഹായിച്ചു. അവൻ്റെ വേദനയ്ക്ക് ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ മുന്നോട്ട് പോകാൻ, പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചവനായി അവിടുത്തെ സാക്ഷിയായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. മാവേലിക്കരയെന്ന് കുഞ്ഞുമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സമാധാനം നൽകി അവളെ വഴി നടത്തണമേ. സ്നേഹമായ ബിനോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്യാൻസറിൻ്റേതായിട്ട് എല്ലാ അവസ്ഥകളിലും സമ്പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിനെ കൊടുത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. രജീപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്യാൻസറിൻ്റെ പ്രാരംഭങ്ങളിൽ അവന് പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ സഹായിക്കണമേ. ഐറീൻ എലിസബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവളുടെ കർത്താവ് മുഖത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും സൗഖ്യം നൽകുവാൻ പ്രസാദിക്കണമേ. വിൽസൺ പൊന്നലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവമാശയത്തിന് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ചാമ്മ ജോർജ് അങ്കമാലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കിഡ്നിക്ക് സൗഖ്യം കൊടുത്ത കീമോതെറാപ്പി മാറ്റി കൊടുക്കണമേ കർത്താവേ. അതേ കർത്താവേ, വല്ലാതെ ദേഹത്ത് വേദന അനുഭവിക്കുന്ന സുജാത തൃശ്ശൂരിൽ നിന്നും വിളിച്ചിരിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അതോടൊപ്പം കർത്താവെ, വിറയലിൻ്റെ അസുഖം ബാധിച്ചിരിക്കുന്ന അവളുടെ സഹോദരിക്ക് സൗഖ്യം നൽകാൻ പ്രസാദിക്കണമേ. KJ വർഗീസ് എറണാകുളത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതേ കാലിൻ്റെ വേദനകൾക്ക് കൈയുടെ അതിവേദനയ്ക്കും സൗഖ്യം നൽകുവാൻ പ്രസാദിക്കണമേ. ലിജിൻ കാഞ്ഞിരപ്പള്ളി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, 12 വയസ്സുള്ള പൈതലാണ്. അവൻ്റെ അപസ്മാരത്തിന് നീ സൗഖ്യം നൽകുവാൻ പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവന് കർത്താവെ, പൊന്നു ഓച്ചിറെന്നും വിളിച്ചിരിക്കുന്ന അവർക്ക് സൗഖ്യം കൊടുക്കണമേ. ബാക്ക് പെയിൻ ആശ്വാസം കൊടുക്കണമേ. ഉറക്കമില്ലായ്മ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ജോൺ നെയ്യാറ്റിങ്കരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം പ്രസാദിക്കണം നിൻ്റെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അതിൽ കർത്താവെ, നീ എന്നെ പ്രവർത്തിക്കുന്ന രഘുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൻ്റെ 18% അംശം കണ്ടിരിക്കുന്നു. എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം പ്രസാദിക്കണമേ. അതേ കർത്താവെ, ന്യൂഡൽഹിയിൽ നിന്നുള്ള ജൂബി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുവാൻ തക്കവണ്ണം അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബോസ് മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്ട്രോക്കിൽ നിന്നും പരിപൂർണമായ വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതേ രജീപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്നതിൻ്റെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത പാവപ്പെട്ട മക്കളെ ഓർക്കണമേ കർത്താവെ. വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് ഈ കെടുതിയിൽ വലയുന്ന അവരെ ഓരോരുത്തരും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ അത്ഭുതകരമായ വഴി തുറക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. AP ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാനഡയിൽ നിന്ന് സിജു സക്രിയ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ടൊറൻറ്റോയിൽ നിന്നും നീ അവനെ വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുബായിൽ സജി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാർജയിൽ നിന്ന് സുജയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷീബയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുവൈറ്റ് ഷാലുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട റീസായെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ പ്രവർത്തിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മെരീൻ ജോർജിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അജീത് തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ ടോമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതേ ജസ്റ്റിൻ ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അവനൊരു വഴിവാതിൽ തുറക്കണമേ കർത്താവേ. ജോലിയില്ലാതെ അന്യനാട്ടിൽ വലയുന്നവരോട് നീ കരുണ തോന്നണമേ, നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ്, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അനേക സഹോദരങ്ങൾ നിൻ്റെ സന്നിധി നിലവിളിക്കുകയാണ്. ലീബ കുര്യനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ വഴി തുറക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലീന എമ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കോഴിക്കോട്ട് നിന്ന് അവൾ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് നീ ഓർക്കണമേ. ഇസാ മറിയം ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മമതയും രാമകൃഷ്ണനെ ഓർക്കണമേ. തെലുങ്കാനയിൽ നിന്ന് അവർ കർത്താവ് നിന്നോട് നിലവിളിക്കുന്നു, നീ കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോ ആൻഡ് ജിതു ഡോഹയിൽ നിന്ന് നോവലിനെയും ജിത്തുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പ്രസാദിക്കണമേ. നിറ്റുവിനെ നിമ്മി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആലലി കർത്താവ് ടോമിനെയും അഞ്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സജിനെയും ഗോപകുമാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജാൻസി പോര് വഴി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോബി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രീത അങ്കമാലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു കുഞ്ഞിനെ നൽകുവാൻ തക്കവണ്ണം ഈ വർഷം നീ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ സങ്കടയാതനാൽ കേൾക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓസ്ട്രേലിയയിൽ നിന്ന് നീതുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സൂരജ് ജോസ് തിരുവനന്തപുരത്ത് നിന്ന് അപേക്ഷിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും ബെക്കിയെ ഓർക്കണമേ. അതേ ദുബായിൽ നിന്ന് നീതുവിനെ ഓർക്കണമേ. ലിജി ഓർക്കണമേ. ഡോക്ടർ മെറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ദിവ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ടെസ്സി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റെനിറ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷൈനി ഓർക്കണമേ. ആൻ്റണി അമ്പലപ്പുഴ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വത്സമ്മ അവരുടെ മകൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ അത് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളാൽ വലയുന്ന സിന്ധുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജെറിൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സുധർമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അതേ കർത്താവെ, കുടുംബസമാധാനം നഷ്ടപ്പെട്ട് കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇട്ടീരെയും മേരിയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതേ കോവിഡ് രോഗത്തിൻ്റെ വാർഡിൽ കോവിഡ് പടരുമെന്ന ഭയത്തിൽ കഴിയുന്ന അനിത കുര്യനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 53 പേഷ്യൻസ് ഉള്ള വാർഡ് കഴിഞ്ഞ 3 മാസമായിട്ട് അവളവിടെ പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ബാധയും ഒരു കോവിഡിൻ്റെ യാതൊരു വിധത്തിലുള്ള ബാധയും ഉണ്ടാകാതെ അവളെ പ്രത്യേകമായിട്ട് കാത്ത് സൂക്ഷിക്കണമെന്ന് പ്രത്യേക സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കോവിഡ് ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ നേഴ്സിംഗ് സ്റ്റാഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നീ അവരെ ഓർക്കണമേ. കോവിഡ് കെയറുള്ള ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ള കഴിഞ്ഞ ആഴ്ചകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനനായകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ എന്നെ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമേ. ഈ പകർച്ചവ്യാധിയെ നിയന്ത്രിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ കെടുതിയിൽ നിന്ന് ജനതകളെ രക്ഷിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങ് ഓരോരുത്തർക്കും കാവൽക്കാരനായിരിക്കണമേ. ഈ കെടുതി ആർക്കും വരുവാനിടയാകാതെ കൊണ്ട്, ഈ രോഗം ബാധിക്കുവാനിടയാകാതെ കൊണ്ട് തീമതിലായി കർത്താവെ, ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങനെ കൊണ്ട് സൂക്ഷിപ്പാൻ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ പൊന്നുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കൂടുതലായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബിനു, നിധി, എൽവിസ് ആൻഡ് ഇവാൻ, ടൊറന്റോ, കാനഡ.